ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ? പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി. അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ? പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി. പൊന്നിൻ ചിറകു നിനക്കു മീതെ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ? പൊന്നിൻ ചിറകു നിനക്കു മീതെ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ? സൂര്യനിൻ താപമോ ഓരമ മാറിയോ നിന്നെ അലട്ടായൻ പൊന്മകനെ? ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? പ്രൈസ് ദി ലോർഡ്. വീണ്ടും പ്രഭാതത്തിൽ ദൈവവചനമായിട്ട് അടുത്ത് വരുവാൻ കൊണ്ടും ദൈവം ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓരോ ദിവസവും കഴിയുന്തോറും നമ്മുടെ ജീവിതയാത്രയുടെ അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യനും എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കുമെന്നോ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നോ ഒന്നും ആർക്കും പ്രവചിപ്പാൻ കൊണ്ട് സാധ്യമല്ല. ആ ജീവിക്കുന്ന നാൾ ദൈവത്തിന് വേണ്ടി ജീവിപ്പാനും ഒരു നിത്യതയിൽ ചെന്നു ചേരുവാനുള്ള അവസരമായിട്ട് ദൈവമായ കർത്താവ് ഏവർക്കും ഇടയാക്കട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുകയാണ്. ലോകജനതകൾക്ക് തങ്ങളുടെ പുറപ്പാടിനെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടെങ്കിലും യാത്ര എങ്ങനെ എവിടെ അവസാനിപ്പിക്കണം എന്നുള്ള ലക്ഷ്യമില്ലാതെ ഉള്ളുകയാണ്. ഒരിക്കലൊരു വ്യാപാരി അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ വ്യാപാര സാധനങ്ങളുമായി മറുകര എത്തുന്നതിന് തൻ്റെ വള്ളത്തിൽ കയറി തുഴച്ചിൽ ആരംഭിച്ചു. പ്രഭാത സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തനിക്ക് മറുകരയിൽ എത്തണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു തുഴച്ചിൽ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോഴും തൻ്റെ വള്ളം കരയുടെ സമീപം തന്നെയായിരുന്നു. അത്രയും സമയം തൻ്റെ തുഴച്ചിൽ വെറുതാവായി. കാരണം കെട്ടിയിരുന്ന വള്ളത്തിൻ്റെ കെട്ടഴിക്കാതെയായിരുന്നു തൻ്റെ തുഴച്ചിൽ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളൊരു പക്ഷേ യാത്ര ആരംഭിച്ച വ്യക്തിയായിരിക്കാം. ഉദ്ദിഷ്ട സ്ഥലത്ത് എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ കണ്ടെന്നിരിക്കുക. പക്ഷേ നിങ്ങളെ മുന്നോട്ട് വിടാതെ ഇരിക്കുന്ന ചില കെട്ടുകൾ പിന്നിലുണ്ട്. അതിനെ അഴിച്ചു മാറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾ സ്വതന്ത്രരായി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യൻ്റെ ജീവിതം ആരംഭിക്കുന്നത് നിത്യതയിലാണ്, അത് അവസാനിപ്പിക്കേണ്ടതും നിത്യതയിൽ തന്നെയാണ്. ദൈവത്തിൻ്റെ ശത്രുവായ സാത്താൻ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ ബന്ധനത്തിലാക്കി നിത്യതയെ ചെന്ന് ചേരാതിരിക്കാനുള്ള കുതന്ത്രങ്ങൾ സൃഷ്ടിക്കുകയാണ്. ദൈവത്തിൽ നിന്നും പാപം ചെയ്ത് അകന്നുപോയ മനുഷ്യവർഗത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ഏകജാതനായ ക്രിസ്തു ലോകത്തിൽ മനുഷ്യനായി ജന്മമെടുത്തു. സാത്താൻ്റെ അടിമത്തത്തിൽ കിടന്ന മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് ദൈവത്തിങ്കിലേക്ക് തിരികെ കൊടുക്കുന്ന പദ്ധതിയായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണം. തിരുവചനം ഇപ്രകാരം പറയുന്നു: യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. മാത്രമല്ല തിരുവെഴുത്ത് വീണ്ടും പറയുന്നു: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോരുത്. ക്രിസ്തു നമുക്ക് ഏതെല്ലാം വിഷയങ്ങളിലാണ് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് ഈ പ്രഭാതത്തിൽ നന്നായിരിക്കും. ഒന്ന്, നമ്മുടെ പാപത്തിൽ നിന്നും ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകി തന്നു. റോമാലേഖനം 6-ാം അധ്യായത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യവർഗം പാപം ചെയ്ത് ദൈവതേജസ്സും ദൈവിക സഹിത്വവും നഷ്ടമാക്കി. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലവും യേശു മനുഷ്യവർഗത്തിന് വേണ്ടി ചിന്തപ്പെട്ട തൻ്റെ രക്തം മൂലമുള്ള കഴിവുകൾ നിമിത്തം
പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി തീരുവാൻ കൊണ്ട് ദൈവം ഇടയാക്കുന്നു. പിന്നെ അടുത്തത് മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. റോമലേഖനം 6:23 പറയാം, പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം യേശുക്രിസ്തു മൂലം സൗജന്യമായി മനുഷ്യവർഗത്തിന് ലഭിച്ചു. മരണത്തിന് വിധിക്കപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മരണഭീതി മാറ്റി നിത്യതയിലേക്ക് അവകാശികളാക്കി മാറ്റുന്നു. അടുത്തത് നമുക്ക് രോഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ മരണം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് മാത്രമായിരുന്നില്ല, പ്രത്യേക രോഗത്തിൽ നിന്നുള്ള മോചനം കൂടിയായിരുന്നു. തിരുവെഴുത്ത് പറയുന്ന, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, അവൻ്റെ അടിപ്പണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് യേശുക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് അന്യ ആരാധനയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. സത്യദൈവത്തെ ആരാധിക്കാതെ കണ്ണിൽ കണ്ടതിനെയെല്ലാം ദൈവമെന്ന് സങ്കല്പിച്ച് ആരാധിച്ച ഒരു അജ്ഞാന കാലത്തിൽ നിന്നും സത്യ ആരാധനയിലേക്കുള്ള സ്വാതന്ത്ര്യം ക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് ലഭിച്ചു. ദൈവം ആഗ്രഹിക്കുന്ന ആരാധന സത്യത്തിലും ആത്മാവിലും ഉള്ളതാണ് എന്നുള്ള വസ്തുത യേശു ക്രിസ്തു ശമരിയ സ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു എന്ന് പിതാവ് ഇങ്ങനെയുള്ള ആരാധനയാണ് ഇച്ഛിക്കുന്നുള്ള സത്യം യേശു ശമരിയ സ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ആരാധനയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടുള്ള വ്യക്തിയെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആയിത്തീരുക. നിങ്ങളുടെ ജീവിതയാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ ക്രിസ്തു നിങ്ങളുടെ യാത്രയിൽ അവസാനം വരെ ഉണ്ടായിരിക്കും. യേശു പറഞ്ഞു, ഞാനോ ലോകാവസാനം വരെ എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട് എന്നാണ് തൻ്റെ വാഗ്ദത്തം. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഇങ്ങനെ ഒരു വാഗ്ദത്തം തന്നിട്ടില്ല, ലോകാവസാനം വരെ നിങ്ങളോടുകൂടി ഇരിക്കും. കാരണം അവർക്ക് തന്നെ അറിയത്തില്ലല്ലോ അവരുടെ ജീവിതം എപ്പോഴാണ് അവസാനിക്കുന്നത്. ആകയാൽ ജീവിതയാത്ര നമുക്ക് നമ്മുടെ യാത്ര സുഗമമായി തീരണമെന്നുണ്ടെങ്കിൽ യേശുവിനോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. ജീവിത പടകനെ ആഞ്ഞടിക്കുന്ന അനേക പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ശത്രുവായ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തന്നെയും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, പ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ ആ വാഗ്ദത്തത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങും. സർവശക്തനായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. എല്ലാവർക്കും, ഈ ലോകത്തിൽ ജനിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടാലാണ് ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നത്. ആകയാൽ ആ മുടിയനായ പുത്രനെ പോലെ പിതാവിൻ്റെ സന്നിധിയിലേക്ക്, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിൻ്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനല്ല എന്ന് ദൈവസന്നിധി ആര് സമർപ്പിക്കുന്നുവോ അവരെ ചേർത്തണയ്ക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി ഇന്ന് ജീവിക്കുന്നു. ആ നല്ല ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ജീവിപ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ലോകം അതിൻ്റെ അന്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. തലമുറകൾ ആ ലോകത്തിൻ്റെതായുള്ള മോഹങ്ങളിലൂടെ വഴുതി വീണുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം എന്ന് ഒരു ലക്ഷ്യമില്ലാതെ വണ്ണം മനുഷ്യൻ സ്വസ്നേഹികളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ ആ ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിപ്പാനും മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാനും മറ്റുള്ളവരെ ഓർക്കുവാനൊക്കെയും ദൈവം അവസരം മുഖാന്തരം ഒരുക്കി തരും. ആകയാൽ നമ്മുടെ ജീവിതയാത്ര എവിടേക്കെന്നുള്ള ആ ഉത്തമ ബോധ്യം നമുക്കുണ്ടാകുവാൻ ഗുണം ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ആ ലക്ഷ്യബോധമില്ലാതെ ഉഴലുന്ന ജീവിതങ്ങളെ ആ നേരായ പാതയിലൂടെ നടത്തുവാൻ ഗുണം സർവശക്തനായ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ തിരുവചന ധ്യാനോട് അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം.